ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള നെല്ലിക്ക എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകുക. നെല്ലിക്ക കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അടുത്തതായിട്ട് വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് നടുവേ കീറി 2 കഷ്ണങ്ങളാക്കുക. ഒപ്പം ഇഞ്ചി എടുക്കുക. എനിക്ക് കുറച്ച് ശോഷിച്ച ഇഞ്ചിയായിരുന്നു കിട്ടിയത്, പക്ഷെ കുഴപ്പമില്ല. ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ആയതിനു ശേഷം പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കുക. വെളിച്ചെണ്ണ ചൂടായി ഒരു ബബിൾസ് വരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാറി നിന്നില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ദേഹത്തൊക്കെയായി ആകെ സീനാവും. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഒപ്പം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതൊന്ന് ആ മുളക് പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറി വരുന്നവരെ മൂപ്പിച്ചെടുത്ത് അതിലൊരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്കയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചോട്ടി പിടിക്കും. വെന്തതിന് ശേഷം നെല്ലിക്കയുടെ കയ്പ്പൊക്കെ മാറി ഒരല്പം പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. ഉപ്പ് പാകമാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത്രയും ആയതിനു ശേഷം ഇതെടുത്ത് മാറ്റി വെച്ച് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി 3 ദിവസം മാറ്റി